പൂന്താനത്തിന്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ കേശിയെ കൊന്നതും മറ്റുമാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത ശ്ലോകം മുതൽ മധുരായ്ക്ക് പോണതും പിന്നെ അവിടുത്തെ സംഭവങ്ങളുമാണ് പറയുന്നത് എന്ന് നോക്കാം. നാളേക്കു നാളെ മധുരാപുരീന്നു കാണാം നാളീക നേത്ര തവ മാതുല നിഗ്രഹം മേ കേളെന്നു നാരദമുനി സ്തുതി ചെയ്ത നീതാൻ പാലിച്ചുകൊള്ളുക പരമേശ്വര പത്മനാഭ. നാളേക്കു നാളെ എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ. മധുരാപുരിയില് അവിടുന്ന് മാതുലനെ നിഗ്രഹിക്കുന്നത് എനിക്ക് കാണാം എന്ന് ശ്രീനാരദ മുനി വൃന്ദാവനത്തിൽ വരും. എന്നിട്ട് ഏകാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നിട്ട് ഭഗവാൻ നാരദ മുനിക്ക് ദർശനം കൊടുക്കും. അപ്പോ ശ്രീനാരദ മുനി ഭഗവാനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഒരു സന്ദർഭം. ഭഗവാനെ നാളെ അവിടുന്ന് അക്രൂരർ കൊണ്ടുവരുന്ന തേരില് മധുരയിലേക്ക് എത്തും, അല്ലെങ്കിൽ മധുരയിലേക്ക് വരണം. കുവലയാവിടത്തെയും ചാണൂര മുഷ്ടികന്മാരെയും പിന്നെ കംസനെയും ഒക്കെ മറ്റന്നാള് കൊല്ലുന്നതും എനിക്ക് കാണുമാറാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു സ്തുതിക്കുകയാണ് ശ്രീനാരദ മുനി ചെയ്യണത്. ഈ ശ്ലോകത്തില് അതാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് അക്രൂരൻ മധുരയ്ക്ക് പോകുന്ന സന്ദർഭമാണ്. അക്രൂരൻ മിക്കതും മേൽ വരുവതു വഴിയെന്നുള്ളിലോർത്തോർത്തു വന്നാൻ വ്യഗ്രം കൈവിട്ടു തൃക്കാൽ പൊടിയിൽ അവശനായി ഹന്ത വീണങ്ങുരുണ്ടാൻ നിൽക്കുന്നു പൈകറക്കുന്നതു മഴ കൊടു കണ്ടത്ഭുതന്മാർ ഭവാന്മാരഗ്രേതാനോർത്തതെല്ലാം അവശമനുഭവിച്ചാനഹോ ഭാഗ്യശാലി. അക്രൂരൻ എന്ന് പറഞ്ഞാല് കംസന്റെ ഭൃത്യനാണ്. ഇത്രയും നാളും ഈ കംസനെ പേടിച്ച് കൃഷ്ണനോട് അതിയായ ഭക്തിയാണ് അക്രൂരന്. പക്ഷെ ഒരു പ്രാവശ്യം പോലും ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല അക്രൂരന്. ഈ ശ്രീകൃഷ്ണന്റെ എല്ലാ ക്രീഡകളും കേട്ട് അങ്ങനെ ഒന്ന് കാണാൻ മോഹിച്ച് അങ്ങനെ അങ്ങനെ കഴിഞ്ഞുകൂടി എന്നല്ലാതെ ഇത്രയും നാളും ഭാഗ്യം കിട്ടിയിട്ടില്ല ഭഗവാനെ കാണാന്. അങ്ങനെയുള്ള ഈ അക്രൂരനെ അക്രൂരനോട് കംസൻ ആജ്ഞാപിച്ചു ഭഗവാനെ പോയി കൂട്ടിക്കൊണ്ടുവരാൻ, മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ. അതാണ് ഏത് കംസനെ പേടിച്ചിട്ടാണോ വൃന്ദാവനത്തിലേക്ക് പോവാതെയും കണ്ണനെ കാണാതെയും ഇരുന്നത്, ആ കംസൻ തന്നെ ഇപ്പൊ ശ്രീകൃഷ്ണനെ കാണാൻ ഉള്ള ഒരു ഭാഗ്യം അവസരം കൊടുത്തു. അതാണ് മഹാഭാഗ്യം. ഇതോർത്ത് ആനന്ദഭരിതനായി അക്രൂരൻ. അത് യാത്രക്കിടയില് എന്തൊരു ഭാഗ്യാണ്. എല്ലാം മറന്നുപോയി, എല്ലാം മറന്ന് തേരില് ഇരുന്നു. യാത്രയുടെ ഇടയില് ഓരോ വിചാരങ്ങളാണ് അക്രൂരർക്ക്. ഞാൻ എത്ര പുണ്യവാനാണ്, സനകാദി യോഗീശ്വരന്മാർക്കും പോലും കാണാൻ മോഹിക്കുന്ന സാക്ഷാൽ ആ പരബ്രഹ്മത്തെയാണ് ഞാൻ ഇപ്പൊ കാണാൻ പോണത്. എന്റെ ജന്മസഫലായി. ഒരു പക്ഷെ ഈ ദുഷ്ടനായ കംസന്റെ ഭൃത്യനായി കഴിയുന്ന എനിക്ക് ശ്രീകൃഷ്ണനെ കാണാൻ കഴിയാതെ വരുമോ? കംസന്റെ ഭൃത്യനായത് കൊണ്ട് എനിക്കിനിയിപ്പം കൃഷ്ണനെ കാണാൻ പറ്റാണ്ട് വരുമോ എന്നൊരു ശങ്ക മനസ്സില്. കംസന്റെ ഭൃത്യനായിട്ടല്ലേ ചെല്ലണത്, കംസന്റെ ദൂതുമായിട്ടാണ് പോണത്. അതുകൊണ്ട് ഇപ്പൊ കാണാൻ പറ്റുമോ എന്നൊരു സംശയവും. അല്ല, എന്നാലും കാണാൻ പറ്റുമായിരിക്കും. സാധാരണ മനുഷ്യർക്കൊക്കെ ഉണ്ടാവുന്ന ഇവൻ ശത്രു, ഇവൻ എന്റെ ശത്രു, ഇവൻ എന്റെ മിത്രം എന്നുള്ള ആ ഒരു വകതിരിവൊന്നും ഭഗവാൻ ഉണ്ടാവില്ല.
എന്നിങ്ങനെ സമാധാനിക്കും. പിന്നെ അങ്ങനെ ഭൂഭാരം തീർക്കാനായി മനുഷ്യനായി അവതരിച്ച ആ സർവേശ്വരനെ ഞാൻ കാണുക തന്നെ ചെയ്യും എന്ന് അങ്ങനെ ഉറപ്പിക്കും. പിന്നെ മനസ്സിൽ ആ മന്ദഹാസം കൊണ്ട്, മന്ദഹാസം അങ്ങനെ വഴിഞ്ഞൊഴുകുന്ന ആ കടാക്ഷത്തോടു കൂടിയ ആ മുഖം ഞാൻ കാണും, നാളെ എനിക്ക് കാണാൻ സാധിക്കുമല്ലോ എന്നിങ്ങനെ എന്തെല്ലാം മനോരാജ്യങ്ങളാണ് അക്രൂരർക്കുണ്ടാവുന്നത് എന്നറിയോ. ബ്രഹ്മാദികളൊക്കെ പൂജിക്കുന്ന ആ പശുക്കളുടെ പിന്നാലെ നടക്കുന്ന ആ പാദങ്ങളില്, ബ്രഹ്മാദികള് ഭഗവാന്റെ പാദങ്ങള് പൂജിക്കും. അതുപോലെ ആ പാദങ്ങളാണ് പശുക്കളുടെ പിന്നാലെ അങ്ങനെ നടന്ന് ഓടക്കുഴലും വിളിച്ച് നടക്കുന്നത്. ആ പാദത്തിൽ ഞാൻ വീണുരുണ്ട് നമസ്കരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് നാരദര്, അല്ല അക്രൂരര്. അങ്ങനെ ഓരോ മനോരാജ്യം കൊണ്ടും ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഈ തേര് തെളിച്ചങ്ങനെ ഇരിക്കുമ്പം തേര് തോന്നിയ വഴി കൂടിയൊക്കെ പോയി, മനസ്സ് കൈവിട്ടു പോയി. ഭഗവാനെ മാത്രം ചിന്തിച്ച് ചിന്തിച്ച് ആ വൃന്ദാവനത്തിൽ എത്തിയപ്പോ സന്ധ്യ ആവാറായി, വൈകുന്നേരമായി. ആ സമയത്ത് അക്രൂരൻ അവിടെ എത്തിയപ്പോ എന്താ ഭഗവാനെ അങ്ങ് ദൂരേന്ന് കാണുകയാണ്. അല്ല, ഭഗവാനെ കാണുന്നതിന് മുമ്പേ ആ വൃന്ദാവനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോ ആ മണൽത്തരികളില് ഭഗവാന്റെ കാലടിപ്പാടുകൾ തെളിഞ്ഞു കണ്ടു എന്ന് ഭാഗവതത്തില് പറയുന്നുണ്ട്. അത് ഇതിലും പറയുന്നുണ്ട്. ഭഗവാന്റെ കാലടിപ്പാടുകൾ തെളിഞ്ഞു കാണുന്ന ആ മണ്ണിൽ അങ്ങനെ തെളിഞ്ഞു കണ്ടപ്പോ എന്താ ചെയ്തേ, തേരിന്ന് ചാടി ഇറങ്ങി ആ മണ്ണില് കിടന്നങ്ങോട്ട് ഉരുണ്ടു, ആ മണ്ണില് കുളിച്ചു, മേത്തൊക്കെ വാരിയിട്ടു ആ മണ്ണ്. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പം വീണ്ടും തേരിൽ കയറി ഇവിടെ അമ്പാടിയിൽ എത്തിക്കഴിഞ്ഞപ്പോ ദൂരേന്ന് കണ്ടു ഭഗവാനെയും രണ്ട് ഈശ്വരന്മാരെയും കണ്ടു. കൃഷ്ണനെയും കണ്ടു, രാമനെയും കണ്ടു. അത്ഭുതന്മാർ എന്നാണ് ഇതില് പറയണത്. അത്ഭുത പരാക്രമന്മാരായ ഭഗവാന്മാരെ രണ്ടുപേരെയും കണ്ടു എന്ന്. അവര് രണ്ടുപേരും, അമ്മ പശുവിനെ കറക്കുകയാണ്, അതിന്റെ അടുത്ത് രണ്ടുപേരും അവിടെ പശുവിനെ തലോടിക്കൊണ്ടും പശുവിന് തീറ്റ വായിൽ കൊടുത്തുകൊണ്ടും ഒക്കെ രണ്ടുപേരും അവിടെ അങ്ങനെ നിൽക്കണു. ഭഗവാനെ കണ്ടപ്പോ തന്നെ ആ പാദത്തിൽ അങ്ങോട്ട് വീണുരുണ്ട് നമസ്കരിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അക്രൂരൻ കണ്ണീരണിഞ്ഞു എന്നാണ് പറയണത്. വാഴകുന്നം വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ ഒരു കവിതയുണ്ട്. കണ്ണനെ കണ്ട അക്രൂരൻ എന്നാണ് അതിന്റെ പേര്. അതിന്റെ അവസാന ഭാഗത്തില് ഈ ഒരു കാര്യം ആണ് പറയണത്. ചെറിയച്ഛാ മണ്ണിലുരുളൊല്ലേ എന്നായി ചെറിയ തേൻ തുള്ളി ചെവികളിൽ വീഴ്ത്തി കരപത്മം കൊണ്ടു കരയല്ലേ എന്നായി തരത്തിൽ പൂണ്ടു തൻ പൊടി തട്ടി നീക്കി പരിചയം കാട്ടി പരിഭവം പോക്കി പരിലസിപ്പിച്ച സുകൃതിക്കു പിന്നെ പരബ്രഹ്മം ഓമൽ കനകക്കട്ടതാൻ വിരവോടുലാളിച്ച അഖിലവും നൽകി. മണ്ണിൽ കിടന്നിങ്ങനെ ഉരുണ്ട് നമസ്കരിച്ച് കിടക്കണ അക്രൂരനെ കണ്ടപ്പം കൃഷ്ണൻ ഓടി വന്നിട്ട് പിടിച്ചെണീപ്പിച്ചു. മേത്തുള്ള ആ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞു. ചെറിയച്ഛാ മണ്ണിലുരുളല്ലേ എന്ന്. ചെറിയച്ഛ എന്തിനാ ഇങ്ങനെ മണ്ണിൽ കിടന്ന് ഉരുളല്ലേ, മണ്ണിൽ കിടന്ന് ഉരുളല്ലേ എന്ന് ആ തേൻ തുളുമ്പുന്ന വാക്കുകൾ ഭഗവാന്റെ കാതിൽ വീണു എന്നാണ് പറയണത്. അത് തന്നെയാണ് ഇതിലും പറയണത്. പൈകറക്കുന്നതും അഴകൊടു കണ്ട് അത്ഭുതന്മാർ. അമ്മ പശുവിനെ കറക്കുന്നത് നോക്കി അങ്ങനെ നിൽക്കുകയാണ്.
അത്ഭുതന്മാർ ഭവാന്മാർ എന്ന്. അഗ്രേ താൻ ഓർത്തതെല്ലാം അവിടെ ചെന്നാൽ ഭഗവാൻ എന്നെ കെട്ടിപ്പിടിക്കും, എന്നെ സ്വീകരിച്ച് അകത്ത് കൊണ്ടുപോയി ഇരുത്തും. അതൊക്കെ മനോരാജ്യം കണ്ടതാണ്. ആ മനോരാജ്യം കണ്ടതുപോലെ എല്ലാം അക്രൂരന് അനുഭവമായി എന്ന് പറയുക. അപ്പോ താൻ ഓർത്തതെല്ലാം അവശം അനുഭവിച്ചാൻ അഹോ ഭാഗ്യശാലി എന്നാണ്. എന്തൊരു ഭാഗ്യാണ് അക്രൂരന് കിട്ടിയത് എന്നാണ് ഇതില് പറയണത്. അക്രൂരന്റെ ഭാഗ്യം, കംസഭൃത്യനാണെങ്കിലും അക്രൂരന് കിട്ടിയ ഒരു ഭാഗ്യത്തെ പറ്റിയാണ് ഇവിടെ പൂന്താനം ഓർമ്മിക്കുന്നത്. അത് കംസന്റെ ഭൃത്യന്മാർക്കെല്ലാം, ദുഷ്ടന്മാരായവർക്ക് പോലും ഭഗവാനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത്രയും ഭക്തനായ ശ്രീകൃഷ്ണ ഭക്തനായ അക്രൂരന് കിട്ടാതിരിക്കാൻ സാധ്യതയില്ല അല്ലേ? എല്ലാ ദുഷ്ടന്മാരായ അസുരന്മാരെ മുഴുവനും, അവര് മുഴുവനും ഭഗവാനെ നിഗ്രഹിക്കാൻ വന്ന സമയത്ത്, ഭഗവാനെ നിഗ്രഹിക്കാനായിട്ട് അവര് വന്നാൽ ഭഗവാനെ അവർക്ക് കാണാൻ സാധിക്കും. ഭഗവാന്റെ കൈകൊണ്ട് ഭഗവാൻ അവരെ നിഗ്രഹിക്കുക, അതാണ് ഉണ്ടായത്. എന്നാലും ആ ഭഗവാനെ കണ്ടുകൊണ്ടാണ് അവര് ആ ജീവൻ പോണത് അവരുടെ. അപ്പൊ അവർക്കത് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇത്രയും നിഷ്കളങ്കനും ഭക്തനും ആയ അക്രൂരന് കിട്ടാതിരിക്കാൻ യാതൊരു വഴിയില്ല. എന്നാലും അക്രൂരന് പല പല വിചാരങ്ങളായിരുന്നു. ഭഗവാനെ കാണാൻ സാധിക്കുമോ, കണ്ടാൽ തന്നെ എന്തൊക്കെയാണ്, കണ്ടാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, ഭഗവാൻ എന്നോട് അങ്ങനെ ചോദിക്കും, ഭഗവാൻ എന്നെ കെട്ടിപ്പിടിച്ച് മാറോട് ചേർക്കും എന്നൊക്കെ മനസ്സിൽ വിചാരങ്ങൾ ഉണ്ടായിരുന്നു. ആ വിചാരിച്ചതുപോലെ എല്ലാം സംഭവിച്ചു. എല്ലാം ഭാഗ്യം, അഹോ ഭാഗ്യശാലി എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. അടുത്ത ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.